ശ്രീകുമാർ ഇപ്പോൾ ഒരു മിനിറ്റ് SIT രൂപീകരിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞിട്ടാണ്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. കൃത്യമായും കോടതി ഓരോ ഘട്ടവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് SIT ഉദ്യോഗസ്ഥർ കോടതിയുമായി നേരിട്ട് ഇനി ആരിലേക്ക് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ SIT കോടതിയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. അവിടെ സർക്കാരിൽ നിന്നും ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് സംശയിക്കുന്നു? കാരണം ഇതിപ്പോൾ അറസ്റ്റിലേക്ക് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ പേരുകൾ ഉയർന്നോ അവരിലേക്കൊക്കെ എത്തുന്നുണ്ട്. നിങ്ങൾ പ്രതിപക്ഷം നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിലാകണം എന്നില്ലല്ലോ. ഈ പറയുന്ന എൻ വാസു പ്രതിപട്ടികയിലുണ്ട്. എൻ വാസുവിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകാമെന്നുള്ള സൂചനകളുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന രൂപത്തിൽ സംശയിക്കുന്നത്? ആ സമ്മർദ്ദം കോടതിയുടെ നിരീക്ഷണത്തിൽ വിലപ്പോകുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്, പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം പക്ഷേ ചില നിർദ്ദേശങ്ങൾ വെച്ചത് അത് മറ്റു ചില മാനങ്ങൾ കണ്ടുകൊണ്ടാണ്. അതായത് ഒരു അന്താരാഷ്ട്ര തലത്തിലെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് CBI അന്വേഷിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം കർണാടകവും കേരളത്തിലും ഒക്കെ ഇതിൻ്റെ ബന്ധം കിടക്കുന്നതുകൊണ്ട് അതിന് കോടതി മേൽനോട്ടം വേണം എന്ന് അപ്പോഴും കോൺഗ്രസും UDFും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ്. അത് 3-ാം പ്രതി സ്ഥാനത്തുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി എല്ലാ സംഭവങ്ങൾക്കും സാക്ഷികളാകുന്ന പത്രങ്ങളും ചാനലുകളുമാണ് സാക്ഷികൾ. അവരെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അവർ സാക്ഷികളാണ്. ആ സാക്ഷികൾ പറഞ്ഞിരിക്കുന്നു എന്ത്, അതായത് ഇങ്ങനെയൊക്കെ കോടതി നിർദ്ദേശിച്ചിട്ടും പ്രതിപട്ടികയിൽ വന്നിട്ടും 8-ാം പ്രതി അറസ്റ്റിലാകുന്നു, 4-ാം പ്രതി അറസ്റ്റിലാകുന്നു, പക്ഷേ 3-ാം പ്രതി അറസ്റ്റിലാകുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മേൽ, കാരണം അന്വേഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് ഹൈക്കോടതിയാണെങ്കിലും പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPM ആണ് ബോർഡിനെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു സംശയം ഉന്നയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് കോടതിക്കെതിരായ നിരീക്ഷണമൊന്നുമല്ല. അത് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞതും അതുപോലെ പൊതുസമൂഹം ചിന്തിക്കുന്നതുമായ വിഷയം പ്രതിപക്ഷം ഒന്ന് SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകില്ല എന്ന് കരുതുന്നുണ്ടോ? SIT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ SITയിൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ SIT പെട്ട ഒരു അംഗത്തെ മാറ്റിയല്ലോ, ഇതിനിടക്കാലത്ത് വെച്ച് മാറ്റിയല്ലോ മറ്റേ നമ്മളുടെ അന്വേഷണ സംഘം. അതുമാത്രമല്ല ഈ SP ശശിധരൻ, അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തെ ഈ CPMന് താല്പര്യമുള്ളൊരു കേസിൽ നിന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റാൻ ഈ സർക്കാർ ഹൈക്കോടതിയിൽ പോയല്ലോ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്ത് പറയുന്നത്. അത് കോടതി അത് കൂടുതൽ അതിലെ ശ്രദ്ധ ചെലുത്താനും ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ആക്ഷേപം ഉപകരിക്കും. അല്ലാണ്ട് അത് ഇതിനെ സംശയവും മുന്നേ നിൽക്കുന്നുണ്ടല്ല. പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നുണ്ട് SIT സമ്മർദ്ദത്തിലാകുന്നോ? കാരണം എന്താ വെച്ചാൽ SITയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് സംവിധാനത്തിൻ്റെ കീഴിലാണ്, അവർക്ക് മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അറിയാമല്ലോ പോലീസ് സംവിധാനത്തെക്കുറിച്ച്. അപ്പോൾ അത് കോടതിക്കും തോന്നണം. പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കോടതി ഒന്നുകൂടെ വിജിലൻ്റ് ആവും, കോടതി ഒന്നുകൂടെ ശ്രദ്ധിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇതിൽ വിഷയം വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ CPMൻ്റെ നോമിനിയായിട്ടുള്ള ശ്രീ വാസുവിലേക്ക് അറസ്റ്റ് നീങ്ങാത്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ CPM ഇന്നെന്തായാലും അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നല്ലോ. ആ ചേർന്നതിന് ശേഷം അവരോട് പാർട്ടി സെക്രട്ടറിയോട് പത്രലേഖകർ ചോദിച്ചു ബോർഡിനെ മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ബോർഡിനെ മാറ്റാൻ തീരുമാനിച്ചു എന്നവർ പറഞ്ഞു ഈ ബോർഡിനെ തുടരാൻ അനുവദിക്കും എന്നൊരു വാർത്ത വന്നല്ലോ. ഈ വാർത്ത വന്നത് എവിടെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ആ ബോർഡിനെ തുടരാൻ അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതും പ്രതിപക്ഷമാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ആ ഒരു മുന്നറിയിപ്പ് ഗവൺമെന്റ് മനസ്സിലാക്കി. അതുകൊണ്ടായിരുന്നല്ലോ ആലോചന നടന്ന ശേഷമാണ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനങ്ങൾ അടങ്ങുന്ന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ അതായത് നോക്കൂ, ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിലെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ശ്രീമതി സ്മൃതി. ഹൈക്കോടതി ജഡ്ജിമാരെ അവർ സമൂഹത്തിൻ്റെ ചലനം നിരീക്ഷിക്കും.
ഇവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഇവിടെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷവും പറയുന്ന കാര്യങ്ങൾ, അതുപോലെ സാമൂഹ്യ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങൾ, മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം കോടതി കാണുമല്ലോ. കോടതിയുടെ നിരീക്ഷണങ്ങൾ അങ്ങനെയല്ലേ വരുന്നത്. അല്ലാണ്ട് കോടതിക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്? സമൂഹത്തിൻ്റെ ചലനം കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് സംശയം ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും കോടതി നിരീക്ഷിക്കും, അതിൻ്റെ ഫലമുണ്ടാകും, എന്താ സംശയത്തിൽ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ ഇത് രണ്ടും രണ്ടാണല്ലോ. ഇതിലൊന്ന് കോടതി നിയമപരമായ സംവിധാനത്തിലൂടെ അത് ക്രിമിനൽ കുറ്റം, മറ്റൊന്നിൽ രാഷ്ട്രീയ വശമുണ്ടല്ലോ. ഈ രാഷ്ട്രീയ വശത്തിൻ്റെ പ്രാധാന്യം എന്താണ്? CPM ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ ല്ലേ ശ്രീമതി സ്മൃതി? എന്താണ് ആശയക്കുഴപ്പം? ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ബോർഡിനെ നിയമിക്കണം. ആ ബോർഡിൽ ആര് വരണം? അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു, ചില പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പാർട്ടി നേതാക്കളിലേക്ക് പോകാതെ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ഒന്നേ സഹയാത്രികർ അല്ലെങ്കിൽ പാർട്ടിക്ക് താല്പര്യമുള്ളവർ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഒന്നുകൂടെ കൃത്യത വരും പല കാര്യങ്ങളിൽ എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവർ പറഞ്ഞെന്താണ്? നിങ്ങൾ പറഞ്ഞ പേരൊന്നുമല്ല, മാധ്യമങ്ങൾ പറഞ്ഞ പാർട്ടി നേതാക്കളുടെ പേരൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അത് ആക്ഷേപം ഉയരാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ഒരു മാന്യനായ വ്യക്തിയായിരിക്കും. ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അതെ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങ് ഇത് പറയുന്നത് അല്ലേ? അല്ല, സൂചന വരാൻ കാരണം എന്താ വെച്ചാൽ അതെ തീർച്ചയായിട്ടും ഞാൻ അതിനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചില ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഉള്ള വേറെ കാര്യം. പക്ഷേ ഇന്ന് അത് നേരാണോ? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് CPM നേതാക്കളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്നത് തൽക്കാലം ഇതിൽ നിന്ന് പാർട്ടിക്കൊന്ന് രക്ഷപ്പെടണം. പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധിപസ്ഥാനത്തെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തനി പാർട്ടിക്കാരൻ തൽക്കാലം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് പാർട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നൊരു ചോദ്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സാഹിത്യകാരന്മാരായ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അവരൊക്കെ ആരെ വേണമെങ്കിലും തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമായല്ലോ, ആശയക്കുഴപ്പം വന്നല്ലോ CPM-ൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിൽ 1-ാം പേജിൽ വാർത്തയുണ്ട്. അതായത് കോൺഗ്രസ് നേതാവായ KS ബൈജു അറസ്റ്റിൽ. കോൺഗ്രസ് നേതാവാണോ KS ബൈജു? എന്താണ് ശ്രീ അരുൺകുമാർ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ കുറേ കാലം പറഞ്ഞു ബൈജു INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണെന്ന്. ഇന്ന് പാർട്ടി പത്രം എഴുതിയിരിക്കുക കോൺഗ്രസ് നേതാവാണെന്ന്. അദ്ദേഹം പഴയ കാലത്ത് RSPയുടെ സംഘടനയുടെ ശക്തമായ കാലത്ത് അതിലൊരാളായിരുന്നു. എന്നിട്ട് ഇന്ന് ആ പത്രം എഴുതിയിരിക്കുക എക്സിക്യൂട്ടീവ് മെമ്പർ, ഒരു തൊഴിലാളി സംഘടനയിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംഘടനയിലോ മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ കോൺഗ്രസ് നേതാവാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈജു ആണ്. ബൈജു ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആലപ്പുഴത്തെ INTUC ജില്ലാ പ്രസിഡന്റാണ്. ഈ INTUC ജില്ലാ പ്രസിഡന്റാണ് ഇവിടെ പ്രതിസ്ഥാനത്തേക്ക് CPM-കാർ കുറേ കാലം കൊണ്ടു നടന്നത്. അവസാനം അത് പൊളിഞ്ഞു. ഞാൻ പറഞ്ഞ ഇങ്ങനെ CPM വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിലത്തെ രാഷ്ട്രീയ തീരുമാനം അവരെ സംബന്ധിച്ച് നിർണായകമാണ്. അവരിന്ന് പാർട്ടി യോഗം ചേർന്നല്ലോ. എന്താണ് LDF യോഗം ചേരാഞ്ഞ്? CPI-ക്കാർ ഇതിലൊരു ബോർഡിനെ മെമ്പറെ വെക്കണമല്ലോ. എന്താണ് LDF യോഗം ചേർന്നിട്ട് LDF-ൽ കൂടെ ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്തില്ല. ഇനി പറയാം മുഖ്യമന്ത്രിയായിട്ട് ഒന്നുകൂടെ തീരുമാനിക്കണമെന്നാ. അപ്പോൾ ഇന്ന് പാർട്ടി തീരുമാനിച്ചത് എന്താ? പാർട്ടിയാണോ തീരുമാനിക്കുക, മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുക? ഇതൊക്കെ സംശയമാണ്. അതോ മന്ത്രിസഭ MLA-മാരെ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം വേറെയാണ്. പക്ഷേ പാർട്ടി തീരുമാനിച്ചാൽ പിന്നെന്തിനാ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? കാര്യം അങ്ങനെയാണ് പറഞ്ഞത്. തീരുമാനിച്ചിട്ടുണ്ട്, അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി പറയും. അല്ല, അതങ്ങനെയാണല്ലോ, അല്ലാണ്ട് പാർട്ടി അല്ലല്ലോ പറയേണ്ടത്. പക്ഷെ അത് ഗോവിന്ദ മാഷ് അല്ലല്ലോ പറയേണ്ടത്. അത് ഞാൻ ചോദിക്കുന്നത് സ്മൃതി, പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മുന്നണിയിൽ അവതരിപ്പിക്കണം. മുന്നണി എന്തായാലും യോഗം ചേരുന്നില്ല. മുന്നണിയല്ലേ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയേണ്ടത്. ആ മുന്നണിക്ക് എന്താ കാര്യം ഇവിടെ? മുന്നണി ഒന്നുമല്ലേ? മുന്നണി വെറും കാഴ്ചക്കാരാണോ? CPI-ക്കാരും അതുപോലെ മറ്റ് കേരള കോൺഗ്രസ്സുകാരും ഉള്ളവരുടെ കാഴ്ചക്കാരാണോ? Debate with Smriti Parithikar.